സംശയമാണ് അല്ലേ? മിസ്സേ, ഞങ്ങൾക്ക് എക്സാം ആവാനായിട്ടുണ്ട്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഞങ്ങള്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവും അല്ലേ? സോ ആ കൺഫ്യൂഷൻസ് ഒക്കെ തീർത്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന മക്കളാണെങ്കിൽ ഇംഗ്ലീഷ് എക്സാമിന്റെ കാര്യം നമ്മളിതാ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏത് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങണം, എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോവാണ്. സോ നോക്കിക്കേടാ, നമുക്ക് എപ്പോഴും എക്സാമിന് ഈ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത് അല്ലേ? അപ്പൊ ഫസ്റ്റ് റീഡിങ് അല്ലെങ്കിൽ പോം കോംപ്രഹെൻഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ഒരു അറിയാത്ത ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ കവിതയോ ചിത്രമൊക്കെ തന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസർ എഴുതാനുണ്ടാവും. ഈ ഒരു ആക്ടിവിറ്റി കമ്പൽസറി ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തത് പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഡയറി ആയിരിക്കാം, ചിലപ്പോൾ ലെറ്റർ ആയിരിക്കാം, പ്രൊഫൈൽ ആയിരിക്കാം, കോൺവെർസേഷൻ ആയിരിക്കാം, തോട്ട്സ് ആയിരിക്കാം, ക്യാരക്ടർ സ്കെച്ച്, നോട്ടീസ്, പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ആഡ് മോർ ലൈൻസ് പസിൽസ്. ഇതൊക്കെയാണ് പൊതുവേ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ആക്ടിവിറ്റി 2 to ആക്ടിവിറ്റി 5 or 6 ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ടാവാം. റെഡി? സോ ഇതിലൊരു 4 ആക്ടിവിറ്റി ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. ടോട്ടൽ 5 ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം അല്ലേ? സോ ആക്ടിവിറ്റീസ് 5 to 6 വരെ ഉണ്ടാവാം, ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ അതിൽ ആക്ടിവിറ്റി 1 കമ്പൽസറി ആണ്. ഈ റീഡിങ് കോംപ്രഹെൻഷൻ പോലെയുള്ള പോം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അതുപോലെ തന്നെ ചാപ്റ്റർ തന്നിട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും നിങ്ങൾ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഷുവർ ആയിട്ട് എഡിറ്റിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ്, ഇത് വലിയ ക്ലാസ്സിലെ ചേട്ടന്മാർക്കാണെങ്കിൽ എന്തുണ്ടടാ, ഷുവർ ആയിട്ട് എഡിറ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഷുവർ അല്ല. അതിന് പകരം നിങ്ങൾക്ക് എന്താ വരാറുള്ളത്, നിങ്ങൾക്ക് പസിലൊക്കെയാണ് വരാറുള്ളത് കേട്ടോ. പസിലൊക്കെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പിക്ചർ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ. ഇനി ഏത് ചാപ്റ്റർ ആണ് മിസ് ഞാൻ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തന്നെ മക്കൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് എപ്പോഴും ചോദിക്കുക. ഒരു 90% ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവുക ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് എന്നായിരിക്കും. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരെ എവിടെ നിന്നായിരിക്കും, ക്രിസ്മസ് എക്സാമിന് ശേഷം ഉള്ള പോർഷൻസ് ആയിരിക്കും. അതിൽ നിന്ന് പിന്നെയും ഒരു 5%, 10% ചോദിക്കുക എവിടെ നിന്നായിരിക്കും, ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻ ആയിരിക്കും. അതിലും വളരെ കുറവായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഓണം എക്സാമിനൊക്കെ പഠിച്ച ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ആ ഒരു ഓർഡറിൽ തന്നെ എൻ്റെ മക്കൾ പഠിച്ചു വന്നാൽ മതി. ആദ്യം ദാൽസ് ആൻഡ് ഷൂമേക്കർ പഠിക്കുക, അതിൽ നിന്നായിരിക്കും ഈ ഡിസ്കോഴ്സസുകളിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഞങ്ങൾ ആ പോം പഠിക്കണമെന്നല്ലേ. ഈ പോയംസിൽ നിന്നൊന്നും ഇതുവരെ എൻ്റെ മക്കൾക്ക് ഒന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. പോയംസിൽ നിന്നൊന്നും പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വരാറില്ല. ഓക്കെ, അതിനുശേഷം പേപ്പർ വേർഡ്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, എൻ്റെ മക്കൾ സീഡ് ഓഫ് ട്രൂത്ത് പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോവാം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ദാൽസ് ആൻഡ് ഷൂമേക്കറിനും ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിനുമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ചാപ്റ്ററിലൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് പോയംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ പോയംസിൽ നിന്നൊന്നും എന്ത് ചെയ്യാറില്ല, എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. മിസ്സിന് ഉറപ്പാണ് നിങ്ങൾ എക്സാമിന് എവിടെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെ പഠിച്ചു തുടങ്ങണം എന്ന് നിങ്ങളുടെ കൺഫ്യൂഷൻ മൊത്തം ഇത് മാറ്റിയിട്ടുണ്ടാവും. ഇത്രയും ഡിസ്കോഴ്സസുകളാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. അതും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണ്, ദ എൽസ് ആൻഡ് ഷൂ മേക്കർ എന്നുള്ള ചാപ്റ്ററിനാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നുള്ളത് മിസ്സിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ അല്ലേ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ആൻഡ് താഴെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സസിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻസും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. LSSന്റെ ബാച്ചിന്റെ കാര്യം, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിന്റെ കാര്യം ഒന്നും നിങ്ങൾ മറക്കണ്ട. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവർക്കും, എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് മാരത്തോൺ ലൈവ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു, ലവ് യു ഓൾ.